നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്തിടെ പാകിസ്ഥാനിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഇന്ത്യക്ക് നേരെ വലിയൊരു ഭീഷണി മുഴക്കിയിരുന്നു. ഞങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറും, ഡൽഹിയിലും മുംബൈയിലും ഞങ്ങൾ പാകിസ്ഥാൻ പതാക ഉയർത്തും എന്നായിരുന്നു അവരുടെ ആ വെല്ലുവിളി. എന്നാൽ ആ വെല്ലുവിളി അത്ര നിസ്സാരമായി എടുക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തൊയ്ബ ഭീകര സംഘടനകളും ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് കോപ്പുകൂട്ടുകയാണ്. അവർ അവരുടെ തകർന്നടിഞ്ഞുപോയ കേന്ദ്രങ്ങൾ വീണ്ടും പടുത്തുയർത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കയറി അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഭീകര കോട്ടകളൊക്കെയാണ് പൊടുന്നനെ ഇപ്പോൾ വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി കോടികൾ മുടക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ്. ISIയും ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഒരുക്കിക്കൊടുത്തു. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ചില ഭീകര കാഴ്ചകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ ഏറ്റവും ജാഗരൂകരായിരിക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രമാണ് ഇപ്പോൾ വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുന്നത്. ബഹാവൽപൂരിലെ മർക്കസ് സുബ്ഹാൻ അല്ലാഹ് ആസ്ഥാനത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായതായി ഇന്ത്യ ടുഡേ TVക്ക് ലഭിച്ച പുതിയ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2025 മേയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ വ്യാപകമായി തകർന്ന് തരിപ്പണമായ കെട്ടിടങ്ങളാണ് 15 മാസത്തിനിടെ വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുന്നത്. പുതിയ മാർബിൾ പതിക്കുകയും പെയിന്റും പ്ലാസ്റ്ററും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ തകർന്ന താഴികക്കുടങ്ങൾ വീണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാന ഹാളിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിന്റെ ആഘാതമായി ഉണ്ടായ കുഴികൾ നികത്തി കെട്ടിടം പുതുക്കി പണിതിട്ടുണ്ട്. ഇതോടെ ഇന്ത്യൻ ആക്രമണത്തിൽ കെട്ടിടത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ അടയാളങ്ങൾ പുറമേ നിന്ന് വലിയ തോതിൽ കാണാനാകാത്ത അവസ്ഥയിലാണ്. ഒന്ന് ഓർത്തു നോക്കുക, പാകിസ്ഥാൻ പട്ടാളമാണ് ഇവർക്ക് വേണ്ടി ഈ കോട്ടകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പണമൊഴുക്കിയത്. വീണ്ടും ഈ കേന്ദ്രങ്ങളിലേക്ക് ഭീകര കൂട്ടങ്ങൾ എത്തി അവിടെ പരിശീലനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണത്തിനായി പാകിസ്ഥാൻ ഭരണകൂടം സാമ്പത്തിക സഹായം നൽകുന്നതായി രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. വിവിധ ഘട്ടങ്ങളിലായി ഏകദേശം 25 കോടി പാകിസ്ഥാൻ രൂപ ജെയ്ഷെ മുഹമ്മദിന് നൽകിയെന്നാണ് വിവരം. ഇതിൽ ഏകദേശം 11 കോടി പാകിസ്ഥാൻ രൂപ പ്രധാന ഹാൾ നിർമ്മിക്കാൻ മാത്രം ചെലവഴിച്ചതായും സൂചനയുണ്ട്. പ്രധാന സമുച്ചയത്തോട് ചേർന്നുണ്ടായിരുന്ന ചില കെട്ടിടങ്ങളും പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്തിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ മദ്രസ അൽ ജാബിർ സംഘടനയിലെ കമാൻഡർമാർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ തുടങ്ങിയവയാണ് നീക്കം ചെയ്തത്. ഇവിടങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നതായും ദൃശ്യങ്ങളിൽ കാണാം. ഈ കോട്ടകൾ എത്രയും പെട്ടെന്ന് ഭീകരർ തട്ടിക്കൂട്ടിയെടുത്തതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുക. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യക്ക് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊലവിളി നടത്തിയത്. ഞങ്ങൾ കടന്നു കയറും, ഡൽഹിയിലും മുംബൈയിലും കൊടി നാട്ടും, പാകിസ്ഥാന്റെ പതാക ഉയർത്തും എന്ന് വെല്ലുവിളിച്ചത്. ഈ ഗ്രൂപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ബഹാവൽപൂരിലെ പുതിയ കെട്ടിടത്തിൽ, അതായത് പുനർനിർമ്മിച്ച കെട്ടിടത്തിൽ ഒത്തുകൂടി പരിശീലനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. 2025 മെയ് 7-നായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ സൈനിക നടപടി. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീകര ശൃംഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് അതിശക്തമായ ആക്രമണം ഇന്ത്യ നടത്തി. തുടർന്നായിരുന്നു ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ മർക്കസ് സുബ്ഹാൻ അല്ലാഹ് കേന്ദ്രത്തിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ആക്രമണത്തിന് ശേഷം മാസങ്ങളോളം കേന്ദ്രം തകർന്ന നിലയിൽ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ഇവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. 2026 മെയ്യിൽ ഇന്ത്യ ടുഡേ TV പരിശോധിച്ച ഉയർന്ന റെസല്യൂഷനിലുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ കേന്ദ്രത്തിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യക്തമായിരുന്നു. തകർന്ന താഴികക്കുടങ്ങളിൽ പുതിയ സിമന്റ് ഉപയോഗിച്ചതിന്റെ സൂചനയായി അവയ്ക്ക് ഇരുണ്ട നിറം കാണപ്പെട്ടു. ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വലിയ യന്ത്രങ്ങളും ഉപയോഗിക്കുന്നതായി ചിത്രങ്ങളിൽ കണ്ടെത്തിയിരുന്നു. അന്ന് ജിയോ ഇന്റലിജൻസ് രംഗത്തെ ഗവേഷകർ ഈ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന പുതിയ ദൃശ്യങ്ങൾ ആ വിലയിരുത്തലുകൾ ശരിവെക്കുന്നതാണ്. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ മാത്രമല്ല, പ്രധാന ഘടനയുടെ പുനർനിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. സമുച്ചയം വീണ്ടും ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് എത്തിയതായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
ബഹാവൽപൂരിലെ മർക്കസ് സുബ്ഹാൻ അല്ലാഹ് സാധാരണ മതസ്ഥാപനം മാത്രമായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലിപ്പിക്കാനും സംഘടനയുടെ ആശയങ്ങളിൽ സ്വാധീനിക്കാനും ഉപയോഗിച്ചിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ഏകദേശം 18 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സമുച്ചയം ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പള്ളിയും മദ്രസയും താമസ സൗകര്യങ്ങളും മറ്റു കെട്ടിടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന സൈനിക കേന്ദ്രത്തിനും സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളുമായി ഏറെക്കാലമായി ബന്ധപ്പെടുത്തി പറയപ്പെടുന്ന കേന്ദ്രമാണ് മർക്കസ് സുബ്ഹാൻ അല്ലാഹ്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട് വ്യോമ താവള ആക്രമണം, 2019 പുൽവാമ ചാവേർ ആക്രമണം തുടങ്ങി ഇന്ത്യയിലെ പ്രധാന ഭീകരാക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിന്റെ ആസൂത്രണവുമായി ബഹാവൽപൂരിലെ സുബ്ഹാൻ അല്ലാഹ് കേന്ദ്രത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ബഹാവൽപൂരിലെ കേന്ദ്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 13 പേരിൽ മസൂദ് അസറിന്റെ 10 ബന്ധുക്കൾ ഉണ്ട് എന്നായിരുന്നു ജെയ്ഷെ മുഹമ്മദ് തന്നെ പിന്നീട് വ്യക്തമാക്കിയത്. ഇതോടെ സംഘടനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും ഇപ്പോൾ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് ജെയ്ഷെ വീണ്ടും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. 2002 പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിച്ചിരുന്നു. എന്നാൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. മസൂദ് അസറും സംഘടനയിലെ മറ്റു മുതിർന്ന നേതാക്കളും പാകിസ്ഥാനിൽ തന്നെ തുടരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പട്ടാളമാണ് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കുന്നത്. മസൂദ് അസറിനെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അയാളെ കിട്ടണം, അല്ലെങ്കിൽ അയാളുടെ തല ചിതറിക്കണം. ഈ 2 ലക്ഷ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. കാരണം വീണ്ടും ഇന്ത്യ കേന്ദ്രീകരിച്ച് ഭീകരാക്രമണങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മസൂദ് അസറാണ്. പാകിസ്ഥാന്റെ ലാഹോറിൽ അല്ലെങ്കിൽ പാക് പഞ്ചാബിൽ, ഇസ്ലാമാബാദിൽ ഇവിടെ എവിടെയോ മസൂദ് അസർ ഒളിവിൽ കഴിയുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് അസിം മുനീറാണ്. റാവൽപിണ്ടി പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമാണ്. ഈ സൈനിക ആസ്ഥാനത്ത് വരെ എത്തി മസൂദ് അസർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്, എന്തോ ഒരു ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ട് എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.